Hello friends, welcome back to my channel. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് പൊട്ടാറ്റോ ഗ്രീൻ പീസിൻ്റെ സബ്ജി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സബ്ജിയാണ്. നല്ല എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിന് നമുക്ക് 2 പൊട്ടാറ്റോ വേണം. മീഡിയം സൈസിൻ്റെ പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ് ആയാലും എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പൊട്ടാറ്റോ നന്നായി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സബോള 2 എണ്ണം, 1 തക്കാളി, 3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആക്കി എടുക്കണം. സബോള, തക്കാളി, പച്ചമുളക് എല്ലാം നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോള, പച്ചമുളക്, തക്കാളി നമ്മൾ നന്നായി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സബ്ജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് മസാലകൾ ആവശ്യമുള്ളൂ. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം വേണം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മളിനി പാന് ഗ്യാസിമേ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കുക. എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഇടണം. നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കണേ, നമ്മുടെ കോക്കനട്ട് ഓയിലല്ല. സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയാൽ ആ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരുള്ളൂ. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന ജീരകം, ഫസ്റ്റ് ജീരകമാണ് ഇടുക. ജീരകം ഇടാം. ഗ്യാസ് എപ്പോഴും സിമ്മിൽ വയ്ക്കുക. എണ്ണ ചൂടായതിനു ശേഷം ജീരകം കരിഞ്ഞു പോകരുത്. ജീരകം പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് വാടി വരട്ടെ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പൊന്നും ഇട്ട് കൊടുക്കാം. സബോള അപ്പോൾ പെട്ടെന്ന് വാടി വന്നോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. സബോള നമ്മുടെ ഒന്ന് വാടി വരട്ടെ. നമ്മുടെ സബോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തക്കാളി, ഒന്ന് വാടിയതിന് ശേഷമാണ് ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടാറ്റോ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. 2 മിനിറ്റ് ഒന്ന് തക്കാളി വാടാനായിട്ട് എടുക്കും. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. പൊട്ടാറ്റോ വെള്ളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ആ വെള്ളം ഇടണ്ട, ജസ്റ്റ് പൊട്ടാറ്റോ ഇട്ടാൽ മതി. നമ്മുടെ പൊട്ടാറ്റോ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിന് ആ ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് ആ ഓയിൽ തന്നെ കിടുന്നത് വേവണം. പിന്നെ നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ആവി വെള്ളത്തിൽ ഇത് നന്നായിട്ട് വെന്ത് വന്നോളും. കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് ഇനി മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് മൂടി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ആവി വെള്ളത്തിൽ ഇത് വെന്തോളും, പക്ഷെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ തുറന്നപ്പോൾ തന്നെ നല്ല ആവി വന്നത്. ഈ ആവി വെള്ളത്തിൽ തന്നെ ഇത് നന്നായി വെന്തോളും. അതുകൊണ്ടാണ് നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നോക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് 2ആയിട്ട് പൊട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയ കാരണം ഇത് വേവാനായിട്ട് അധികം നേരം എടുക്കില്ല. അതുകൊണ്ട് നമ്മൾ പൊട്ടാറ്റോ വെന്തതിന് ശേഷം മാത്രം ഗ്രീൻ പീസ് ഇട്ടാണ്. ഇതൊന്നും ഇട്ടിട്ട് 2 മിനിറ്റ് മതി.
ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല കളർഫുള്ളായിട്ടില്ലേ? ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സിമ്പിളാണ്. ആദ്യം മസാലകളൊന്നും വേണ്ട, നല്ല എളുപ്പത്തിൽ റെഡിയാവും ചെയ്യും. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗരം മസാല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇളക്കാം. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മല്ലിയില നന്നായി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ടുക. നമ്മുടെ ഗ്യാസ് ഓഫാക്കാൻ നമുക്ക്. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ വിത്ത് ഗ്രീൻ പീസ് സബ്ജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.